എന്തായാലും പടക്കുതിര എന്ന ഈ ചിത്രത്തിന്റെ ടീസർ നമുക്കൊന്ന് കാണാട്ടോ, നമുക്കൊന്ന് ഒരുമിച്ചൊന്ന് ആസ്വദിക്കാം. ஒரு ஊர்ல ஒரு பெரிய பிசினஸ்காரர் இருந்தார். அவனுக்கு பெரிய பெங்களாவ் இருக்கு, கார் இருக்கு, பணம் இருக்கு, செல்வாக்கு எல்லாமே இருக்கு. ஆனா இதுக்குள்ள மட்டும் ஒண்ணுமே இல்லை. ഞാനാരാണ് ഇതുവരെ ഒരുത്തരും പിടി കിട്ടിയിട്ടില്ല എന്നുള്ളതാ എന്റെ പ്രശ്നം. ഈ ഒരൊറ്റ ബ്രേക്കിംഗ് ന്യൂസ് മതി, പറക്കും നമ്മുടെ പടക്കുതിര. അപ്പോ ഇതൊരു കോമഡി ഷോ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു കോമഡി എന്താ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക? ഒന്നുമില്ലെങ്കിൽ കോമഡി അല്ലെങ്കിൽ ഒരു ടാസ്ക്, സിമ്പിൾ ടാസ്ക്. റെഡി? ഓക്കെ. പ്രോപ്പർട്ടീസ് പ്ലീസ്. ഇതിൽ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, നമ്മൾ ഹിഡൻ ആക്കി വെച്ചിരിക്കുകയാണ്. ഓരോന്ന് ചേട്ടൻ തൊട്ട് നോക്കി കണ്ടുപിടിക്കണം. ഓക്കെ? അത് സിമ്പിൾ അല്ലേ ചേട്ടാ? അയ്യേ, സിജ വിട്ടോളൂ, സിജ വിട്ടോളൂ. ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം. ആരുടെ ബ്ലൗസ് പറയണം? ഞാൻ അത്രക്കാരനൊന്നുമല്ല. അടുത്തത് തപ്പുന്നത്. പിന്നെ കൊറേ നാളായിട്ട് ഇത് കടയിലിരിക്കുന്ന കണ്ട് ആഗ്രഹിച്ച് വാങ്ങിച്ചപ്പം ഇതിനൊരു വികാരം ഇല്ലാത്തൊരു ആരുടെ കയ്യിലിരിക്കണോ? ഇതെങ്ങനെ ഇരിക്കും? കളർ എന്താ? കളറ് ഫ്രൂട്ട്. എങ്ങനെ കണ്ടുപിടിച്ചു? അറിയാത്ത കാര്യം. ശരി, അടുത്തത്. ഓ സിജ, ഇങ്ങനെ വേണം കൂടെ അഭിനയിച്ച നായിക. ഭയങ്കര സപ്പോർട്ടീവ്. സിജ വെച്ചത് വെച്ചിട്ട് ചേട്ടന് തൊട്ട് നോക്കായിരുന്നു. പ്രഷർ അതാണ് എന്തൊക്കെയായി കാണിക്കുന്നേ? ആൻസർ. ഇതോ ഇത് ആനയല്ല, ഇതൊരാനയല്ല, അല്ല. ഇത് തേങ്ങയല്ല, അല്ല. ഇത് ഒലക്കയുമല്ല, അല്ല. നിനക്കെന്താ തലക്ക് ഭ്രാന്തുണ്ടോ? ജിറാഫ്. സൂപ്പർ. ശരി, ഇനി അടുത്ത സിജ ചെയ്യട്ടെ. സിജ. ഓ പിന്നെ എന്താ? എന്ത്? പൊളിയും എറിഞ്ഞു നോക്ക്. പുള്ളി. ബാറ്റുണ്ടാ? ആപ്പിൾ അല്ല, ഇത് മറ്റേ ചോമ്പ് ക്യാപ്സിക്കം അല്ലേ? യെസ്, കറക്റ്റ്. പാമ്പ്. ആരാ ഞെട്ടിയത്? സ്കാൻ ചെയ്തോണ്ടിരിക്കുക. കിട്ടി. എന്താ ഈ മറ്റേ അതന്നെ മറ്റേത്. അതല്ല. കൈ ഗ്ലൗസ്. ഓ ഗ്ലൗസ് അല്ലേ? യെസ്. ബോക്സിംഗ് ഗ്ലൗസ്. അവക്കാഡോ. അവർക്കാടോ ഇവനാടോ ഒന്നുമില്ല, ആർക്കും കഴിക്കാന്ന് പറഞ്ഞാൽ മതി. എന്റെ പൊന്ന് ചേട്ടായി, കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. എനിക്ക് ഈ വേഷം മാത്രമേ ഉള്ളൂ, ക്ഷമിക്കണം. കുട്ടിക്ക് വെജിറ്റബിൾസ് ഉണ്ടാ നന്നായി തിരിച്ചറിയുന്നു. അടുക്കളയായിട്ട് ഭയങ്കര ബന്ധാണോ? സാമ്പാറിൽ ഈ ഐറ്റം ഉണ്ടാവും. ഫൈനലി രണ്ടുപേരും കൂടെ പതുക്കെ സെന്റർ പിടിച്ചോ. എവിടെ പിടിച്ചോ? അയ്യേ, ഞണ്ട്. എനിക്കറിയില്ല. ഞാൻ ക്ലൂ തരാം. അനുവിന്റെ തലയിലുണ്ട്. തലച്ചോറ് അല്ല. അതില്ല അവക്ക്. മുടി അല്ല. ഓ ഭയങ്കര പോയി മുടിയുന്നു. ലക്ഷ്മി എന്റെ കൂടെ അല്ലേ നിക്കുന്നത്? ഇതിലെല്ലാവരും നന്നായിട്ട് കളിച്ചു.
എന്നാലും അയച്ചേട്ടനാണ് കുറച്ചും കൂടെ, അതായത് വള്ളിപ്പുള്ളി തെറ്റാണ്ട് ഏറ്റവും കൂടുതൽ ലൈക്ക് കണ്ടുപിടിച്ചത്, ഐഡന്റിഫൈ ചെയ്ത് കേട്ടോ. കളിച്ചു മതിയിട്ടില്ല വീട്ടിൽ എന്തൊക്കെ പ്രോപ്പർട്ടി ഉണ്ടെന്ന്. ശരി, അപ്പൊ പ്രേക്ഷകരോട് പറയാനുള്ളത് പടക്കുതിര എന്നുള്ള സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് വൺസ് അഗൈൻ താങ്ക്സ് ലോട്ട് ഫോർ ജോയിനിങ്. വല്ലാത്തൊരു യോഗം ഇത്, വാർദ്ധക്യ പുരാണം ഇതിലെല്ലാം കുറിവാണ്. കൊല്ലാപ്പിൻ കാലം അത് ചൊല്ലാനും നാണം ഇനി എന്തെല്ലാം. നടക്കാൻ ആ പാടുണ്ടെന്ന് എനിക്ക് നടക്കാൻ വിഷമമുണ്ടെന്ന് പറഞ്ഞില്ലേ? വിഷമം എന്തേലും വിഷമം തോന്നുന്നു. ആരും നോക്കിയപ്പോ സുരാജിരിക്കുന്നു, നവ്യയിരിക്കുന്നു. പയ്യ എനിക്ക് മുടുമുണുവേർപ്പും പരവേശമുള്ള പയ്യ ഇറങ്ങാം. അടുത്ത മതി. വയ്യക്കൊച്ചിരിക്കുന്നു, നക്ഷത്രം ഇരിക്കുന്നു. എന്താ ഇത് കൊടുക്കുന്നേ? പയ്യ പണ്ടത്തെ പോലെ ഓടാൻ ലഡു. താങ്ക് യു. ലഡു ലഡു ഭയങ്കര ഹാപ്പിയാണ്. വിശേഷം വല്ല വെഡിങ് ആനിവേഴ്സറി എങ്ങനെയാണോ? വെഡിങ് ആനിവേഴ്സറി അല്ല, പിന്നെന്താണ്? പറ നീ പറ, ഞാൻ അങ്ങോട്ട്. നിങ്ങളങ്ങ് പറഞ്ഞു കൊടുക്കല്ലേ, ഒപ്പിച്ചു വെച്ചിട്ട് ഇനി എന്നോട് പറഞ്ഞു ഞാൻ എന്നാ പറയാനാ? സംഭവം ആയി. ശരിക്കും എങ്ങനെ സംഭവിച്ചു? എന്താ ഒന്നും പറയണ്ട. അതെന്ന് പറഞ്ഞാല് നമ്മുടെ ആദ്യമായിട്ട് എനിക്ക് മനം പുരട്ടിയില്ലായിരുന്നോ? മനു എന്താ പുരട്ടി തന്നെ? മനു പുരട്ടിന്നോ? അപ്പൊ നീ പറഞ്ഞില്ലേ മനു എന്താ പുരട്ടി തന്നെ? എന്റെ മനുഷ്യനെ മനം പുരട്ടിയില്ലായിരുന്നു, ഛർദിക്കാൻ വന്നില്ലായിരുന്നോ? അപ്പൊ അമ്മനെ തൊമ്മങ്കൂത്തിലെ ശീല കുറച്ച് ചക്ക കൊണ്ട് തന്നില്ലായിരുന്നോ? കൂടുതലായിട്ട് ചക്ക തന്നിപ്പോ എന്തോ ഒരു ദീനം ഉണ്ടായെന്നാണ് ഞാൻ ആദ്യം ഓർത്തത്. ഞാൻ ആദ്യം വിചാരിച്ച ഗ്യാസിന്റെ ആണെന്ന് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. എന്നിട്ട് പിന്നെ ഗ്യാസുകാരൻ ഗ്യാസ് കൊണ്ട് തന്നപ്പം മനസ്സിലായി ഗ്യാസിന്റെ അല്ലെന്ന്. മാനെ എനിക്ക് നിൽക്കാൻ പറ്റണില്ല. മാന അവരൊന്നും എവിടെയാ പോകണ്ട? മാന എവിടെയാ പോകണ്ട? നമുക്ക് എവിടെ ആശുപത്രി കാണിക്കണ്ട? എവിടെ ഇവിടെ ആണോ? ഒന്നും സംസാരിക്കണം, ഒന്നും പറയാനോ? വിളിച്ചു പറയാം. എനിക്കാണെങ്കിൽ മുടുമുടുവേർപ്പും പരവേശമുണ്ട്. ഒന്ന് വിളിക്കാം മാനെ. മാനെ എടുത്തോ പുറം തിരിക്കും മാനെ. സഹായിക്കുന്ന 73ാമത്തെ വയസ്സിൽ ഇങ്ങനെയൊക്കെ ആകുമ്പോഴേ അതിന്റെ മനസ്സിലായത്. ഒന്ന് വിളിച്ചോ മാനെ. അവരൊന്ന് കുറച്ചു നേരത്തെ പറയായിരുന്നു 73ാമത്തെ വയസ്സിൽ പ്രസവം വേണം, അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. അപ്പൊ പറഞ്ഞു, ആള് തന്നെ പറഞ്ഞു അങ്ങനെ സംഭവിക്കും. അപ്പൊ ഇവിടെ നിന്ന് എന്നൊക്കെയാ പറഞ്ഞു കൂട്ടണ? അപ്പൊ വിളിച്ച മാനെ. അയ്യോ ഞാൻ എന്നെ നീ കൂടുതൽ കുറ്റമൊന്നും പറയണ്ട. എന്നോട് ഞാൻ അന്നും പറഞ്ഞു, കല്യാണം കഴിഞ്ഞ സമയത്തും എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ പറഞ്ഞ കുളിച്ചു കഴിഞ്ഞ് മുടി അടിച്ചിട്ട് ലിപ്സ്റ്റിക് തേച്ചോണ്ട് എന്റെ അടുത്ത് വരല്ലെന്ന്. ഏതാ കാണാൻ ഞാൻ ലിഫ്റ്റ് ഇട്ടോണ്ട് വന്നാണോ? പിന്നെ കറണ്ട് പോയപ്പോ പിറ്റേച്ചെന്ന് മൂപ്പിടിച്ച് ചുണ്ട ചോര വന്നല്ലായിരുന്നു അത്. ഭയങ്കര കവർപ്പായിരുന്നു. ഞാൻ അത് ആലോചിച്ചു. ഡോക്ടറേ, അന്നാമ എവിടെ ഉണ്ടോ? അന്നാമ ഇത് എന്റെ ഭാര്യ അന്നമ്മ. അന്നാമ അയ്യോ ഇവിടെ അല്ല നിങ്ങളെ കാണിക്കണ്ട കേട്ടോ. ഈ ചുമയൊക്കെ ഉണ്ടെങ്കിൽ അപ്പുറത്താണ് ഓപ്പി. അപ്പുറത്തോ? അതല്ലേ എവിടെ പ്രസിഡന്റ് ആയി അങ്ങനെ വന്ന എന്നെ? ഏത് പഞ്ചായത്തിൽ പ്രസിഡന്റ് ആയേ? വീട്ടില് വെച്ച് പ്രസിഡന്റ് ആയി. പ്രസിഡന്റോ? അല്ല എനിക്ക് മനസ്സിലായില്ല. ഇംഗ്ലീഷ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? വിളിക്കാം, ഡോക്ടറിനെ വിളിക്കും, ഞങ്ങൾ സംസാരിക്കും. എനിക്ക് കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാം. ഈ പൂർണ്ണ ഗർഭിണിക്ക് എന്താ പറയുന്നത്? പ്രഗ്നന്റ്. അപ്പൊ അറിയാം ഇംഗ്ലീഷ് ഒക്കെ. അയ്യോന്ന് ഞാനല്ലേ കരയണ്ടേ? കൊച്ചിന് എനിക്കറിയാൻ മേല. എന്റെ മാക്കട പ്രായമുള്ള കൊച്ചാണ്. നിങ്ങളുടെ ഒറ്റ തോന്നിയാസാണ് ഇതിന് കാരണം. ഞാൻ വായാമനസ്സറിയാൻ പാടില്ലാത്തൊരു കേസാണിത്. പുറമള്ളി രാജാക്കളാണ്, വെച്ച വിളക്കാണ്. ഞാൻ നിന്ന് നിപ്പി താണു പോക്കോട്ടെ, എനിക്ക് ഇല്ലാത്തൊരു പങ്കുമല്ലോ. ഞാൻ തേടിയ മണ്ണ, എന്നെ തേടിയ മണ്ണേ, ഞാൻ വെച്ച വിളക്ക്. എന്റെ അപ്പനപ്പന്മാര് ചാരായം വെച്ചു കൂടോത്രം നിർത്താതെ. ഡോക്ടർ പറഞ്ഞപ്പോ ഇതിന്റെ ഉത്തരവാദിത്തം അങ്ങ് പറഞ്ഞേക്കണം. ഡോക്ടറിനോടോ? ആ ഡോക്ടറിനോട്. MBBS വരെ പഠിച്ച അയാൾ കിഴങ്ങനൊന്നും അല്ല. അവന് മനസ്സിലാക്കും ഞാൻ ഒറ്റയ്ക്ക് ജർമ്മിച്ചാൽ ഇതാവത്തില്ല, നമ്മൾ രണ്ടുപേരും വേണം. എനിക്ക് ഇതിനകത്ത് ഒരു പങ്കുമില്ല, എനിക്കൊരു പങ്കുമില്ല. ഞാൻ സമ്മതിക്കുമല്ലോ. എന്തുവാ ഇവിടെ ഒരു ബഹളം? എന്തുവാ ഇവിടെ ബഹളം? ഡോക്ടർ CC ക്യാമറ വേറെ വർക്കിലാണോ? പറ. എനിക്ക് പറയാനാണോ? നാളായിട്ട് ഞാൻ കാത്തിരിക്കുന്നതിന് വേണ്ടി പറഞ്ഞു. ഡോക്ടറെ അന്നാമച്ചില്ലേ? പ്രഗ്നന്റ്. കണ്ണനെന്നു പേര് രേവതി നാള്, ഉയരങ്ങളിൽ ഉയരാനൊരു രാജയോഗം. എന്നാലും അതല്ലിതേ. ഇത് എങ്ങനെ സംഭവിച്ചത്? എത്ര വയസ്സുണ്ട് നിങ്ങൾക്ക്? എന്റെ വയസ്സെന്ന് പറഞ്ഞ പൊന്നമറ്റത്തിലെ ഇല്ലി പൂത്ത കാലത്തുള്ള ഞാൻ.
ഉന്നമറ്റത്തിന് ഇല്ലി പൂക്കുന്നതൊക്കെ ഒരു വയസ്സാണോന്ന്? ഇവരുടെ വീട്ടുകാർ ഒരു സാധനം എഴുതി വെക്കത്തില്ല, പഞ്ചായത്ത് രേഖയില്ല, എപ്പ പ്രസവിച്ചു, എത്ര വയസ്സുണ്ട്, ഇതിങ്ങൾക്കൊന്നുമേ അറിയില്ല. അപ്പാപ്പന്റെ വയസ്സ് പറഞ്ഞാലും മതി. ഞാൻ ആദ്യത്തെ കൊയ്ത്ത് മേടത്തിലെ കൊയ്ത്തിനുള്ളതാ ഞാൻ. ഏത് മേടത്തിന്റെ? മേടത്തിന്റെ അല്ല, മേട ഇടവം ചിങ്ങം കന്നി എന്നൊക്കെ പറയല്ലേ. അങ്ങനൊന്നും എഴുതി പിടിപ്പിക്കാൻ പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യും, 80 വയസ്സെങ്കിലും ഉണ്ട് മനുഷ്യന്. 80 വയസ്സോ? ഉണ്ട്. ആദ്യമായിട്ട് പ്രസവിക്കുവാന്നോ? 12ാമത്തെ. 12 മക്കളെ പെറ്റൊരമ്മേ. നിന്റെ മക്കളിൽ ഇവനാണ് പ്രാന്തൻ. എന്നിട്ട് കാര്യം പറഞ്ഞ ഈ മക്കളുമാരൊക്കെ അറിഞ്ഞോ ഇത്? അവരുടെ മക്കളെ അവരറിഞ്ഞ കൊല്ലു എന്നെ. ഞാൻ വയ മനസ്സറിയാത്ത കേസായത്. ഇങ്ങനെ ഒന്നുമല്ല, ആദ്യത്തെ കുഞ്ഞങ്ങ് മരിച്ചു. ഞങ്ങൾ കല്യാണം കഴിച്ചത് കുറച്ചാൾ കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ആദ്യം ഒരു കുഞ്ഞാവുണ്ട്. ദൈവം ഞങ്ങളെ കയ്യിലേക്ക് തന്നില്ല. അപ്പൊ ഞാൻ വിഷമിച്ച് ഞാൻ ഓർത്ത് കരഞ്ഞു. അപ്പൊ പുള്ളി വന്നൊന്ന് ആശ്വസിപ്പിച്ചു. അതിന്റെയാണ് അന്നമ്മ. പിന്നെ ഇങ്ങനെ 12 പ്രാവശ്യം എനിക്ക് സങ്കടം വരുമ്പോ ഇങ്ങനെ വന്ന് ആശ്വസിപ്പിക്കും. അങ്ങനെയാണ് ഈ 12 അങ്ങ് പോയത്. ഇവിടെ ഒന്നും ഡോക്ടർ വന്ന് ഇത്ര നേരമില്ല, ഒന്നും നോക്കേ. ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? കിടത്ത ശരിയല്ല. കുഞ്ഞ് തലതിരിഞ്ഞ് കിടക്കുവാണോ? കുഞ്ഞ് തലതിരിഞ്ഞ് കിടക്കുന്നില്ല, നിങ്ങളുടെ കിടത്ത ശരിയല്ല. രണ്ട് മുറി കിടന്നായിരുന്നു വല്ല കാര്യം ഉണ്ടായിരുന്നു ഇതിന്റെ? എനിക്ക് മുഴുവൻ മനുഷ്യൻ പരവേശമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഷുഗർ എങ്ങനാ? നല്ല മധുരമുള്ള ചായ കുടിക്കാനൊക്കെ നല്ലതാണ് സാധനം. PP ഒക്കെ കുഞ്ഞാവ് ഉണ്ടായിട്ട് പോരെ, ഇപ്പോഴെന്തിനാ PP? അല്ല തന്നെ ഇങ്ങർക്ക് വലിവാന്ന് ഊതാൻ പറ്റത്തില്ല, വലിക്കാനേ പറ്റത്തുള്ളൂ. പെയിനുണ്ടോ? പെയിന് ഉണ്ടായിരുന്നു മോനെ. താളിയൊക്കെ തച്ചപ്പോ ഇപ്പൊ വലിയ അങ്ങനെ കാര്യമായിട്ട് കാണാറില്ല. കഷ്ടമായി പോയി. അപ്പാപ്പ എന്താണെന്നറിയാമോ അത്? ചവിട്ടുന്നുണ്ട്. കൊച്ചു ചവിട്ടുന്നുണ്ടോ? കൊച്ചല്ലട കാല, നീ എന്റെ കാലിൽ ചവിട്ടിയിട്ടൊക്കെ പോയത്. പെയിൻ എടുക്കാനൊന്നും തോന്നി. നമുക്ക് അങ്ങോട്ട് ലേബർ ഒന്ന് പൊക്ക്. അപ്പാപ്പ കൈ നൂത്തൊന്ന് പൊക്ക. അപ്പാപ്പ കൈ എടുക്കുന്നുണ്ട്, ഇത് പൊങ്ങണ്ടേ? ഉരുണ്ട് കയറുന്നു മനുഷ്യനെ, പുറത്ത് ഉരുണ്ട് കയറുന്നു. അയ്യോ ഏണ്ട പോലെ കണ്ടല്ലോ, കൈയും കാലും വരക്കണ പോലെ തോന്നണ്ടല്ലോ. നടച്ചു വെക്കാൻ നല്ല മാർഗമുണ്ടോ? പുറത്തുനിന്ന് വാങ്ങണം. നിങ്ങളുടെ ഇരിക്കില്ല, എന്തിനാ പുറത്തു പോകുന്നത്? അതല്ല, ഇതൊന്ന് പുറത്തുനിന്ന് വാങ്ങണം. എടാ ഇത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നു, ഇത് എന്തിനാണ് പുറത്തുനിന്ന് മേടിക്കുന്നത് ഞാൻ ചോദിക്കുന്നത്. എന്റെ അപ്പാപ്പ, ഇത് പപ്പാപ്പന്റെ കയ്യിലാണ്. ഇത് പോയി പുറത്തുനിന്ന് വാങ്ങണം. ഞാൻ ഇത് പുറത്തുനിന്ന് മേടിച്ചു, ഇതാ കൊണ്ട് തന്നു. സിമ്പിൾ. ഇത് മരുന്നിന്റെ ലിസ്റ്റ്. ഇത് പോയി പുറത്തുനിന്ന് വാങ്ങണം. മരുന്നിന്റെ ലിസ്റ്റ് പറയണ്ടേ? എന്താ കൊച്ചേ, എങ്ങനെയുണ്ടമ്മച്ചി? ദൈവമേ, ഡോക്ടർ എന്റെ മോൻ വരുന്നുണ്ട് ഡോക്ടർ. എനിക്ക് അവളോട് ഒരു കാര്യം പറഞ്ഞു, അവളെ ഒന്ന് കാണാൻ പറ്റുമോ? അങ്ങനെ കാണാൻ പറ്റത്തില്ല, പുള്ളിക്കാരി അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുക. ഞാനിവിടെ തൂണ് പോലെ നിൽക്കുമ്പോ നീ ഹോട്ടലാണോ നടക്കുന്നത്, അതോ നീ ഈ ഹോസ്പിറ്റലാണോ നടത്തുന്നത്? എന്റെ ഭാര്യ വേറെ അലോഷ്യസുമായിട്ട് കിടക്കുന്നു പറയുന്നു. നീ ഇപ്പൊ പറഞ്ഞല്ലോ എന്നെ കൊന്നിട്ട് പോടാ, ബോധരഹിതയായിട്ട് കിടക്കുക എന്നാ പറഞ്ഞത്. അവക്ക് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ അവക്ക്. നിങ്ങൾ എന്ത് പടാ ആശുപത്രിയാണോ നടത്തുന്നത്? ആര് വരുന്നല്ലോ ഈ പറയുന്നത്? എടാ എന്റെ മൂത്ത മോൻ ഈ പെണ്ണുപുള്ളി അങ്ങോട്ട് കൊണ്ടുപോവാ. പറയുന്നോന്ന് കേക്ക്. എന്റെ ഞങ്ങക്ക് 12 പിള്ളേരിലെ മൂത്ത മോൻ, അവൻ ഭയങ്കര പ്രശ്നമാണ്. അവൻ ഇത് അറിയാതാണ് വന്നത്. അവൻ അറിഞ്ഞെന്ന് അവൾ അറിഞ്ഞാൽ അവൾ ഇപ്പൊ പ്രസവിക്കും. അത് പ്രസവിക്കത്തില്ല, ഭയങ്കര പെപ്രാളത്തിൽ കിടക്കും, ഭയങ്കര പാടാ അത്. എന്റെ പൊന്നെ, ഞാൻ അവന്റെ പേര് പറഞ്ഞാൽ അവൾ ഇപ്പൊ പ്രസവിക്കും. സാൾട്ടസ്. ഞാൻ പറഞ്ഞോ സാൾട്ടസ് എന്ന് പറഞ്ഞോ? അതങ്ങനല്ലത്. എന്നാ മരുന്നാ കുത്തി വെച്ച നീ? എനിക്കറിയാൻ പാടില്ല, ഞാൻ അവിടെ അല്ലായിരുന്നോ? വരുന്നവൻ സാൾട്ടസ്. ഇതാണോ മൂത്ത മോൻ സാൾട്ടസ്? മൂത്ത മോൻ. ഏറ്റവും ഇളയാളാണ് ഇപ്പൊ കരച്ചിൽ കേട്ടത്. ഇത് അപ്പാപ്പന്റെ കൂടെ ഉള്ളതാണോ? അപ്പാപ്പന്റെ കൂടെ ഉള്ളതല്ല, ഞങ്ങളുടെ മൂത്ത മോനാണിത്. മൂത്ത മോനാണോ? അനിയനെ അങ്ങ് കൊടുക്ക്. നിങ്ങളുടെ അനിയൻ. എനിക്ക് എന്റെ അമ്മയെ ഒന്ന് കാണാൻ പറ്റുമോ? ആ തള്ളയെ കണ്ടിട്ട് എനിക്ക് ചോദിക്കണം, ഇതിന് എന്നാതൊരു അവസാനം ഒന്ന്. എന്നാ മാന, അത് ഇതൊക്കെ ദൈവം തന്നെയല്ലേ നമുക്ക്. എന്റെ കാണപ്പെട്ട ദൈവമേ,